അരിയാഹാരം നമ്മുടെ പൊതുവെ എല്ലാവരും പറയുന്ന പോലെ അരിയാഹാരം കഴിക്കുന്ന ആർക്കും മനസ്സിലാവും അദ്ദേഹം ചെയ്തേക്കുന്നത് അതുപോലെയാണ്. കൃത്യമായി 12 കന്യാസ്ത്രീകൾ, അതിന്റെ നടുക്കൊരു യുവതി പൂർണ്ണ നഗ്നയായിട്ടിരിക്കുന്നു. അത് വെച്ചിട്ടാണ് ഈ സംഭവങ്ങൾ. അപ്പൊ ഞങ്ങൾ വല്ലാണ്ടത് വേദനിപ്പിച്ചു. സ്വാഭാവികമായിട്ടും നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്? നമുക്ക് ഈ രാജ്യത്തെ നിയമവ്യവസ്ഥകളെ ആശ്രയിക്കുകയല്ലാതെ നിവൃത്തിയില്ല, വേറൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾക്ക് അവിടെ ചെന്ന് ബിനാലയിൽ ചെന്ന് ആ കലാസൃഷ്ടി നശിപ്പിക്കാനോ അതിനു മുമ്പ് കോലാഹലം ഉണ്ടാക്കാനോ ഒന്നിനും പറ്റുന്ന ഒരു സമൂഹമല്ല അത്. എന്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ടൊരു ഇതേപോലുള്ള ഒരു പ്രതികരണത്തിന് ഇറങ്ങുകയാണ്. ഞാൻ സാധാരണ ഇങ്ങനെയുള്ള കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. പക്ഷെ ഇത് സഹിക്കാവുന്നതിന്റെ അപ്പുറത്തായതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ. ഞാൻ ആദ്യമേ തന്നെ മട്ടാഞ്ചേരി അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർക്ക് പരാതി കൊടുത്തു. അതിനുശേഷം എൻ്റെ സുഹൃത്ത് വഴി, തിരുവനന്തപുരത്തുള്ള എൻ്റെ സുഹൃത്ത് വഴി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പരാതി എത്തിച്ചിട്ടുണ്ട്. ഇന്നലെ രാത്രി തന്നെ ജില്ലാ കളക്ടർക്ക് പരാതി കൊടുത്തു. ആ പരാതിയിൽ വ്യക്തമായിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ഫലമാണ് ഉണ്ടായത്. തീർച്ചയായിട്ടും മട്ടാഞ്ചേരി അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ ആ ഇൻസ്റ്റലേഷൻ നടക്കുന്ന സ്ഥലത്ത് വന്നിരുന്നു. അദ്ദേഹം പറഞ്ഞത്, അപ്പൊ അദ്ദേഹം ഇവിടുത്തെ കോൺഗ്രസിന്റെ രാഷ്ട്രീയ പാർട്ടിയായ കോൺഗ്രസിന്റെ പ്രവർത്തകർ അവിടെ വന്നിട്ട് അവരുടെ പ്രതിഷേധം ഉയർത്തി. ഞാൻ അവിടെ പോയിരുന്നു. അപ്പൊ അദ്ദേഹം പോലീസ് കമ്മീഷണർ CI മട്ടാഞ്ചേരി CI വന്നിട്ട് പറഞ്ഞത് തൽക്കാലം അവരത് അടച്ചു പൂട്ടുകയാണ്, പിന്നീട് അതിന്റെ പുനരാലോചനകൾക്ക് ശേഷം എന്താണെന്ന് വേണ്ട വെച്ചാൽ ചെയ്യാന്നുള്ളതാണ്. നമ്മുടെ ആവശ്യം പുനരാലോചനയ്ക്ക് ശേഷം വീണ്ടും ആ കലാസൃഷ്ടി വീണ്ടും അവിടെ വെക്കേണ്ടതില്ല. ഇതുകൊണ്ട് സമൂഹത്തിന് യാതൊരുവിധ ഗുണങ്ങളും ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് മാത്രമല്ല, വളരെ മൈന്യൂട്ടായിട്ടുള്ള, വളരെ നിരുപദ്രവകാരികളായ ഒരു സാധാരണ സമൂഹത്തെ ഉപദ്രവിക്കാനും വേദനിപ്പിക്കാനും അവരെ നിസ്സഹായരാക്കാനും മാത്രമേ ഇത് പറ്റുകയുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്.